ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് എല്ലാവരുടെയും മുഖം നല്ല സന്തോഷമാണെന്ന് തോന്നുന്നു. കാരണം വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും അങ്ങും ഇങ്ങുമൊക്കെ ഇടപെടുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. 2025 അങ്ങോട്ട് പോകുന്നത് കൊണ്ട് സന്തോഷമാണോ അതോ 26-നെ വരവേൽക്കാനുള്ള സന്തോഷമാണോ എന്നൊന്നും അറിയത്തില്ല. എനിവേ, സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖവും ആനന്ദവും അതുപോലെ ആവലാതികളും ആശ്വാസങ്ങളും പരിഭവങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും വിജയവും പരാജയങ്ങളും ഒക്കെ ഇടകലർന്ന സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷം നമ്മളെ കടന്നു പോകാൻ ഇനി ഏതാനും ദിവസങ്ങളും കൂടി ഉള്ളൂ. അപ്പം തിരിഞ്ഞങ്ങോട്ട് നോക്കിയിട്ട് ദൈവത്തോട് നന്ദി പറയണോ അതോ പരിഭവം പറയണോ അതോ ദൈവത്തോട് ഇണങ്ങി പറയണോ പിണങ്ങി പറയണോ ഇതൊന്നും അറിയത്തില്ല. എങ്ങനെയായാലും നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ, നമ്മുടെ അപ്പൻ്റെ അടുക്കൽ നമുക്ക് എങ്ങനെ വേണേലും സംസാരിക്കാം. ബഹുമാനം വിട്ട് മാത്രം സംസാരിക്കാതിരുന്നാൽ മതി. ബാക്കി ഇണക്കമോ പിണക്കമോ പരിഭവമോ എന്ത് വേണേലും നമുക്ക് നമ്മുടെ അപ്പൻ്റെ അടുത്ത് പറയാം. പക്ഷേ എല്ലാറ്റിനും സ്തോത്രം പറയാം, നന്ദി പറയാം. കാരണം തിരുവചനം ധ്യാനിക്കുന്നത് കൊണ്ട് നമുക്കതേ പറയാൻ പറ്റുള്ളൂ. അനുവദിച്ച എല്ലാ അവസ്ഥകൾക്കായി ദൈവമേ സ്തോത്രം എന്ന് പറയാം. അങ്ങനെ സ്തോത്രം പറയാനായിട്ടാണ്, നന്ദി പറയാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. എന്തിന് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ നന്ദി പറയാനായിട്ടാണ് നമ്മൾ കൂടിയത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ എന്ന് പലർക്കും പറയാം. അതെ, നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ ഇണക്കവും പിണക്കവും പരിഭവവും പരാജയവും ഒക്കെ നമുക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഈ 2025 ഈ പറഞ്ഞ പരിഭവങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും അല്ലെങ്കിൽ പരാജയങ്ങളും സന്തോഷവും സങ്കടവും ഒക്കെ നമുക്ക് ഒന്ന് പരിഹരിക്കാനായിട്ട്, അതിലൊക്കെയും ആശ്വാസം കണ്ടെത്താനായിട്ട് ഒരു പരിധിവരെ ഈ പ്ലാറ്റ്ഫോം ഇടയായിട്ടുണ്ട് എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം പലപ്പോഴും നമ്മൾ തളർന്നു പോയ സമയങ്ങളിൽ, നമ്മൾ കണ്ണുനീരൊഴുക്കിയ സമയങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം നമുക്ക് ദൈവദാസന്മാരിലൂടെയും ദാസിമാരിലൂടെയും ഒക്കെയും ആശ്വാസം നൽകി നമ്മളെ ബലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സമയത്തിനായിട്ട്, തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ ഒരു സമയത്തിനായിട്ട്, വെള്ളിയാഴ്ച ദിവസം ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആവേശത്തോടു കൂടി നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിനോട് എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കാം. ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. 103 സങ്കീർത്തനം 103:2, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമുക്ക് നിരവധിയായിട്ടുള്ള ഉപകാരങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നൽകിയിട്ടുണ്ട്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മളുടെ സഭാ ജീവിതത്തിൽ നമുക്ക് ഉപകാരങ്ങൾ ഒത്തിരി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിലൂടെയും ദൈവം നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ഉപകാരങ്ങളെക്കുറിച്ച് പറയാനായിട്ട് കൂടി വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ നന്ദിയായിട്ട് പുറത്തു വരട്ടെ. ആവർത്തന പുസ്തകം 4:9 നമ്മൾ വായിക്കുന്നത്, കണ്ണാലെ കണ്ടിട്ടുള്ളത് ഒന്നും നീ മറക്കരുത്. പിന്നെ നീ മറക്കാത്ത കാര്യങ്ങൾ നീ നിൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കണ്ണാലെ കണ്ടിട്ടുള്ള എത്രയോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ണാലെ കണ്ടിട്ടുണ്ട്.
അനേകരുടെ ജീവിതങ്ങൾ, അനേകരുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ നമ്മളെ ബലപ്പെടുത്തുന്നതും, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞിരുന്നൊന്ന് ദൈവമേ ഞാനിങ്ങനെ അറിഞ്ഞിരുന്നില്ലല്ലോ ഇവരെക്കുറിച്ച് എന്നോർത്ത് മനസ്തപിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം നൽകിയിട്ടുണ്ട്. അത് ആദ്യം എൽസിമാവ് പലപ്പോൾ പറയാറുണ്ട്, അയ്യോ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഇതാണ് മറ്റ് കേട്ടതിനേക്കാളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത്. അത് അമ്മ ഓപ്പണായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊക്കെ അങ്ങനെയാണ് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഫീൽ ചെയ്യുന്നു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്നിട്ട് കണ്ണാലെ കണ്ടിട്ട് ചെവിയാലെ കേട്ടിട്ട് നമ്മൾ അവരെയൊക്കെ മറന്നുപോയിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളോട്, മക്കളെ ഈ ദൈവദാസൻ്റെ കുടുംബത്തിൻ്റെ സാക്ഷ്യം നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ എന്ന് നമ്മൾ പറയാൻ, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാൻ മറന്നുപോയിട്ടുണ്ടോ? അതൊക്കെ നമുക്കിന്നൊന്ന് ഓർക്കാം. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളത് മറന്നുപോയാൽ ഹോശേയ നമ്മളെ വളരെ ഭയപ്പെടുത്തുകയാണ്. ദൈവം നമ്മുടെ മക്കളെ മറക്കും. അതുകൊണ്ട് ഓർക്കുന്നവരായിട്ട്, ആവശ്യമില്ലാത്തൊന്നും ഓർക്കണ്ട, ആവശ്യമുള്ളത് മാത്രം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമ്മളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ ഇടയാക്കട്ടെ. അങ്ങനെ ഈ വർഷം നടത്തിയ വിധങ്ങളെക്കുറിച്ച് അല്പമായിട്ട് ഒന്ന് സാക്ഷ്യം പറയാൻ നമുക്ക് പൊതുവായിട്ടുള്ള സമയം കിട്ടിയിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മളെയൊക്കെയും പ്രാർത്ഥിച്ച് കരങ്ങളിൽ ഏൽപ്പിക്കാനായിട്ട് പ്രിയ എൽസിമാമയെ സന്തോഷത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മഹാപരിശുദ്ധനും സ്വർഗാധിസ്വർഗത്തിനധീനമായ ഞങ്ങളുടെ കർത്താവെ, കൃപാത്തിൽ വീണ്ടും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മുട്ടുകുത്തുന്നു. ഈ കൃപാസനത്തിന്റെ മുമ്പാകെ വരുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരവസരത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതല്ല എന്നൊരു പ്രാവശ്യം കൂടെ സാക്ഷിപ്പാൻ തക്കൊണ്ട് തന്ന ഈ വലിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അനേകർ മരണം വഴിയായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ആയുസിനോടുകൂടെ ഒരു ദിവസം കൂടെ കൂട്ടി തന്നിരിക്കുകയാണല്ലോ. അത് നിന്റെ നാമമഹത്വത്തിനായി മാത്രം പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊന്നും പുകഴുവാനില്ല കർത്താവെ. നിന്റെ നാമത്തിൽ മാത്രം പുകഴ്ത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ആദ്യോടന്തം തൃപ്പാത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ നിയന്ത്രണത്തിനല്ലാതെ ഞങ്ങളുടെ സ്വയമായ ഏതെങ്കിലും ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ എന്തെങ്കിലും ചെയ്തതെന്ന് പറയാതിരിപ്പാൻ തക്കവണ്ണം, സാത്താൻ ഇതിൽ പ്രവേശിക്കാതിരിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ഈ സമയം സ്വർഗം സന്തോഷിക്കുന്ന സ്വർഗദൂതന്മാർ കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഹല്ലേലൂയ പാടുന്ന ഒരവസരമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും തികവുള്ളവരല്ല. തെറ്റുകുറ്റങ്ങൾ അനവധിയുണ്ട് കർത്താവെങ്കിലും അവ ഏറ്റു പറഞ്ഞുകൊണ്ട് തൃപ്പാത്തിൽ വീണ്ടും ഞങ്ങൾ മുട്ടുകുത്തുന്നു. അവിടുത്തെ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് മുത്തിക്കൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീ മാത്രം യോഗ്യൻ, നീ മാത്രം സകല സ്തോത്രത്തിനും സ്തുതിക്കും യോഗ്യൻ എന്ന് പാടിക്കൊണ്ട് തൃപ്പാത്തിൽ ഞങ്ങൾ വീണ് നിന്നെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. എൻ്റെ ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം എൻ്റെ മകൾ ഇപ്പോൾ ഓർപ്പിച്ചല്ലോ. അതനുസരിച്ച് ഞങ്ങളുടെ ഓരോരുത്തരെയും സാക്ഷ്യം ഞങ്ങൾ കേട്ടതെല്ലാം, ഞങ്ങൾ കണ്ടതെല്ലാം, അനുഭവിച്ചതെല്ലാം ഞങ്ങളുടെ സാക്ഷ്യമാക്കി കൃപാത്തിൽ ഞങ്ങൾ സമർപ്പിക്കുവാൻ കിട്ടിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ സഹോദരിമാരെയും അവരുടെ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇനിയും വരാൻ സാധിക്കാത്തവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, ഭവനത്തിലിരുന്ന് ശ്രദ്ധിക്കുന്നവർ കാണും. ആരൊക്കെ ആയാലും കർത്താവെ, നിന്റെ കണ്ണുകൊണ്ട് നീ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുവാൻ ശക്തിയുള്ള കർത്താവെ, ഞങ്ങളെ തൃക്കൺ പാർക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം അവിടുത്തെ തിരുനാമോഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന, പാട്ട്, വചനധ്യാനം ഇതൊക്കെയും നിന്റെ നാമമഹത്വത്തിനായി മാത്രം തീരുവാൻ, പരിശുദ്ധാത്മ നിറവിലായിരിക്കാൻ, ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ഹൃദയങ്ങൾ അലിയുവാൻ തക്കവണ്ണം
അവിടുന്ന് പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് താങ്ക് യു വിൽസ് മാമ. നമുക്ക് ഇന്ന് ഒരു പാട്ട് കേൾക്കാം. ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് സമയം വേർതിരിക്കുന്നത് കൊണ്ട് പാട്ട് പാടുവാനായിട്ട് പ്രിയ റൂബിൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പ്രിയ മോളെ വളരെ സന്തോഷത്തോടു കൂടി പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു ഷീബാൻഡി.
താങ്ക് യു മോളെ. വളരെ റെലവൻ്റ് ആയിട്ടുള്ള പാട്ട്, ഒന്നിനും കുറവില്ലാതെ ഈ ഒരു വർഷം കൂടി നടത്തിയ ഇമ്മാനുവേലിന് നമുക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാം. എല്ലാ മഹത്വവും കർത്താവിന്. ഈ പാട്ട് ഒരിക്കൽ ആദ്യമായിട്ട് ഇതിനകത്തൊരു സഹോദരൻ പാടിയിട്ടുണ്ട്. അന്നാണ് ഞാനിത് മനോഹരമായിട്ട് കേട്ടത്. വീണ്ടും ഈ പാട്ട് ഇങ്ങനെ മനോഹരമായിട്ട് കേൾക്കാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോളെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് സമയം കളയാതെ നമുക്ക് എപ്പോൾ കൂടി വന്നാൽ എത്ര ധൃതിയാണെങ്കിലും തിരുവചനത്തിൽ നിന്ന് ഒന്ന് കേൾക്കാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത 15 മിനിറ്റ് നേരം നമ്മളുടെ സീനിയറായിരിക്കുന്ന പ്രിയ തങ്കമാസം നമ്മളോട് ഇപ്പോൾ 15 മിനിറ്റ് നേരം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. പ്രിയ ആൻറ്റിക്ക് സാരമായിട്ടുള്ള ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടൊന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവിക ആലോചനയ്ക്കായിട്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സംഭവ ബഹുലമായ ഈ 2025 ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി നമുക്ക് മുമ്പിൽ ശേഷിച്ചിരിക്കുള്ളൂ. ബാക്കിയൊക്കെ കടന്നുപോയി. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇപ്പോൾ ഷിബ അതെല്ലാം പറഞ്ഞു, ഞാനത് വിസ്തരിക്കുന്നില്ല. എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ പാട്ടും കേട്ടത് നമ്മൾ അങ്ങനെ കരഞ്ഞ രാത്രികൾ എത്ര എത്ര നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയൊക്കെയും പോയി. പക്ഷേ നമുക്ക് അപ്പോഴും ചാരുവാനൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. നീ എൻ്റെ മേൽ ചാരിക്കോ, നീ എന്തിനാണ് വിഷമിക്കുന്നത്, ഇങ്ങോട്ടിങ്ങി ചാരിക്കോ, ഞാൻ നിന്റെ പരിപാലകനായിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ഒരു വർഷക്കാലം. അതിനൊന്നും എനിക്കിപ്പോൾ സമയമില്ല. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ബുധനാഴ്ച എന്നോട് ഷിബ ഇത് പറയുന്നത്. പ്രിപ്പയർ ചെയ്യുവാൻ പോലും സമയമില്ലെന്ന് ഒന്ന് ഓർത്ത് ഞാനത് നിരസിക്കാതെ ഏറ്റിരിക്കുകയാണ്. ഷിബ പറഞ്ഞ പോലെ ശാരീരികമായ പല അസ്വാസ്ഥ്യങ്ങളിൽ കൂടെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. കുറ്റമല്ല, പ്രായം അത്രയുമായി. അതുകൊണ്ട് അതിലെനിക്ക് പരാതിയില്ല. എന്നാൽ അതുകൊണ്ട് പല മറവികളും, കണ്ണിന് കാഴ്ചക്കുറവും, ശബ്ദ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്നതോടൊപ്പം പാളിച്ചകൾ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇനി അല്പതേ ഉള്ളൂ. പുതിയ വർഷം നമുക്ക് ആർക്കൊക്കെ കാണുവാൻ കിട്ടും, അതോ നമ്മുടെ കർത്താവിന്റെ വരവാണോ, നമുക്കിതൊന്നും അറിയത്തില്ല. എന്തുവായാലും ഒരു ദിവസം കിട്ടുന്നെങ്കിൽ അത്രയും ആകട്ടെ. നമുക്കത് ഏറ്റവും പ്രയോജനകരമാക്കി ദൈവസന്നിധിയിൽ തീർക്കാം. നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്ക് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് ഞാൻ സകല മഹത്വവും സകല നന്ദിയും കരയേറ്റുന്നു. നാം സാക്ഷ്യത്തിനായിട്ടാണല്ലോ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. അനേകർക്കും പല സാക്ഷ്യങ്ങൾ എനിക്കും ഉണ്ട്. പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ മീറ്റിങ്ങിൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ പറ്റും, എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടെങ്കിലും പറയാം. കാരണം അന്യോന്യം പ്രാർത്ഥിക്കാമല്ലോ. അതുകൊണ്ട് സാക്ഷ്യം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ ആ സമയങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് ഒരു പ്രാവശ്യം കൂടെ അപേക്ഷിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇനിയും ശേഷിച്ച ചില ദിവസങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ കഴിഞ്ഞു പോയ ദിവസങ്ങൾ നമുക്ക് അയ്യോ പരാജയം പറ്റി, എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ആത്മീയമായിട്ട് മുന്നേറണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ട് പരിതപിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഇനി എനിക്ക് ഒരു ദിവസം കിട്ടിയ, ഒരു മണിക്കൂർ കിട്ടിയാൽ അത് എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് എങ്ങനെ മഹത്വപ്പെടുത്താം എന്നോർത്ത് നമുക്ക് മുന്നേറാൻ നോക്കാം. നമുക്ക് ജയത്തോടെ മുന്നേറാം. ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ അവസരം തരുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരാജയങ്ങൾ, പാളിച്ചകൾ ഒക്കെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കി തീർക്കത്തക്കവണ്ണം വചനം കൂടുതൽ പഠിച്ചും ദൈവസന്നിധിയിലിരുന്നും രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഭാഗ്യവാന്മാരായിരിക്കാം. അതായിരിക്കട്ടെ ഇനിയുള്ള നമ്മളുടെ മുൻപിലത്തെ ഉദ്ദേശം.
കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിൽ നാം വളരെ നന്മകൾ അനുഭവിച്ചു. പല പല കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു. അത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഈ നാളുകളിൽ പല ഗഹനമായ വിഷയങ്ങൾ എൻ്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഞാൻ ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്പമായ ബുദ്ധിമുട്ടുകൾ മാറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പല ഗഹനമായ വിഷയങ്ങളാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലത് നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ വിശ്വസ്തത. അത് കഴിഞ്ഞ ദിവസം ഞാനിവിടെ സംസാരിച്ചതാണ്. അതാണ് ഒരു വിഷയം. പിന്നെ കാൽവറി ക്രൂശിലെ പ്രശംസ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിന്റെ ഏർലി മോർണിംഗ്സ്, അതിരാവിലത്തെ അതെങ്ങനെയായിരിക്കണം, ജീവനുള്ള പ്രത്യാശ, ലിവിങ് ഹോപ്പ്, ഇങ്ങനെ അനേക വിഷയങ്ങൾ എന്നെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവനാമ മഹത്വത്തിനായി ഞാൻ പ്രസ്താവിച്ചു. എന്നെ പ്രാർത്ഥനയിൽ ഓർക്കാൻ വേണ്ടി ഞാൻ പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. നമുക്കതുപോലെ ഈ നാളുകളിൽ ലവ് ഈച്ച് അതർ, പാൻഡത്ത് ഫോർ ദി ലിവിങ് വേർഡ്, ആത്മമിത്രം, അങ്ങനെ പല സൂം പ്ലാറ്റ്ഫോമുകളിൽ അനേക അവസരങ്ങൾ നമുക്ക് നൽകി ദൈവം തരുന്നുണ്ട്. ഞാനും വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തതെങ്കിലും ജോയിൻ ചെയ്ത അന്ന് മുതൽ എൻ്റെ കർത്താവ് എന്നെ ആത്മീയമായിട്ട് ഉന്മേഷവും സന്തോഷവും തന്ന് കാണാത്ത അനേക മുഖങ്ങൾ കണ്ട് അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ ആ റിലേഷൻ, ഈ പ്രിയപ്പെട്ട മുഖങ്ങളെല്ലാം കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. അതിനുള്ള ഒരു അവസരം എനിക്ക് ദൈവം തന്നു. അപ്പോൾ നമുക്ക് അനേക വിലപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാനൊത്തു. കുടുംബങ്ങളുടെ ഇന്റർവ്യൂകൾ അതിൽ നിന്നുള്ള നന്മകൾ നമ്മൾ അനുഭവിച്ചു. ശ്രേഷ്ഠ ദൈവദാസിമാരുടെ വചന ശുശ്രൂഷകൾ, ഈടുറ്റ ചിന്തകൾ, ഇതൊക്കെയും നമുക്ക് ലഭിച്ചു. ഹൃദയസ്പർശിയായ പാട്ടൊരു വലിയ ഉത്തേജനമാണല്ലോ നമുക്ക് തരുന്നത്. പാട്ടുകൾ, സംഗീത വിരുന്നുകൾ, ഡോക്ടർമാരിൽ നിന്നും നാം അറിയേണ്ടതുമായ അനേക കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കുക എന്നുള്ള ഇതിൽ നിന്നും, പിന്നെ യൂത്തിനായിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാം, ഇതെല്ലാം പ്രിയപ്പെട്ടവർ അത്യധ്വാനം ചെയ്ത് ഒരുക്കി നമുക്ക് തരുന്നുണ്ട്. നല്ല വിരുന്ന ആണ് നമുക്ക് ഓരോ പ്രാവശ്യവും കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. വയറ് നിറയത്തക്കവണ്ണം രുചികരമായ ഭക്ഷണമാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുന്നത്. എന്നാൽ അത് എത്രമാത്രം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ജയത്തിനായി അത് നേടിയെടുത്തു, അത് ഉപയോഗിക്കുന്നു, ഇത് നമ്മളെ തന്നെ, അല്ലെങ്കിൽ നാം കുറ്റക്കാരായി തീരും. അതോ നാം പിന്നെയും തളർന്ന് കിടക്കുകയാണോ? ഇത് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അല്പസമയം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, നമ്മോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ പോയിന്റ് മാത്രം പറഞ്ഞ്, കാരണം അത് ഓരോന്നും വിവരിക്കേണ്ടതാ, അതിന് ചേർന്ന് മറ്റു വാക്യങ്ങൾ പറയേണ്ടതാ. ഇതൊന്നും എനിക്ക് സമയമില്ല. പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. വാക്യം 18. ഈ പുതുവർഷം നമുക്ക് കിട്ടുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഈ 25-ന് ബാക്കി ദിവസങ്ങൾ ഏത് കിട്ടുന്നോ ഇത് നമ്മൾ കുറിക്കൊള്ളേണ്ടതാണ്. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അതിന്റെ 18-ാം വാക്യമാണ്. ആ നിർദ്ദേശങ്ങൾ ഒന്നിച്ച് ചിന്തിക്കാമെന്ന് മാത്രം ഞാൻ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. വചനത്തിൽ മറ്റനേക ഭാഗങ്ങളിൽ ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് എങ്കിലും ഇവിടെ അടുക്കി ഓരോ വാക്യങ്ങളിലും അത് പറയുന്നതുകൊണ്ട് അത് മാത്രം ഒന്ന് എടുത്ത് നമുക്കൊന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ആദ്യത്തെ വാക്യം, 2-ാമത്തെ വാക്യം, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കള്ളൻ രാത്രിയിൽ വരുന്ന പോലെ. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവും അങ്ങനെ. നമ്മുടെ ദ ഡേ ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ നാളെന്നാണ് പറയുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? കള്ളൻ വരുന്നതിന് നമ്മൾ
ഒരുക്കമുള്ളവരായോ കള്ളം കയറാതിരിക്കുവാൻ പല കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കുന്നു. അതുപോലെ ഒരുക്കമുള്ളവരായി കർത്താവ് എപ്പോ വന്നാലും സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമുക്ക് ഇനിയും പുറകെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ നാളെന്ന് പറയുന്നത് അത് ദൈവത്തിന്, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 1:7, മർക്കോസ് 13:32 ഇതില് നമ്മൾ നോക്കിയാൽ ദൂതന്മാർക്കോ പുത്രനു കൂടിയോ അറിയുന്നില്ല എന്ന, പിതാവ് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് അതാണ് കർത്താവിന്റെ നാളെന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണല്ലോ നാം ഒരുങ്ങിയിരിക്കുന്നത്. നാം ഒരുങ്ങി കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് വാക്യം 2 പറയുന്നത്. എന്നാൽ നമുക്ക് അതിന്റെ താഴോട്ട് ചോദിച്ചാൽ, നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, ഈ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. ഒന്നാമത്തെ കാര്യം, പോയിന്റ്, നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, നാം വെളിച്ചത്തിനുള്ളവരാണ്. കാരണം എന്താ? നമ്മുടെ കർത്താവ് വെളിച്ചമായിരിക്കുന്നു. നാം വെളിച്ചം പരത്തുന്നവരായിരിക്കണം. കർത്താവിനെ പോലെ, കർത്താവ് ലോകത്തിൽ വന്നത് വെളിച്ചമായിട്ടാണ്. അപ്പോൾ നമ്മളെയും ആ വെളിച്ചത്തിലാണ് ആക്കിയിരിക്കുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ, അത് ഞാൻ ഇതെല്ലാം പറയുന്നില്ല, എനിക്കിനി സമയമില്ല. അപ്പോൾ നാം ഇരുട്ടിലുള്ളവരല്ല, ഒന്നാമത്തെ പോയിന്റ്. അതെ, നമ്മുടെ കർത്താവ് സാക്ഷാൽ വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തിലാണ് നമ്മൾ വസിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ചുറ്റിലും ഇരുട്ടിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സംതൃപ്തി അടയേണ്ടവരല്ല. നമ്മുടെ വെളിച്ചം അവരുടെ മേൽ പകർന്നു കൊടുക്കുക. നമ്മുടെ കർത്താവിന്റെ വെളിച്ചം നമ്മുടെ മേൽ പകർന്ന പോലെ നമ്മുടെ വെളിച്ചം ആ ഇരുട്ടിൽ കിടക്കുന്നവർക്ക് പകർന്നു കൊടുത്ത് പൗലോസിനെ പോലെ അനേകരെ നേടുന്നവരായി നാം തീരണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നാം സുബോധമുള്ളവരായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, നാം സുബോധമുള്ളവരായിരിക്കണം. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ സുബോധമുള്ളവരായിരിക്കുക. വാക്യം 6. ഇത് തീത്തോസിന്റെ ലേഖനത്തിൽ, എനിക്ക് അങ്ങനെ റെഫറൻസ് ഒന്നും പറയാൻ നേരമില്ല, എന്നാലും ചിലർക്ക് മാത്രം ഒന്ന് പറയാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 2, 3, 5 വാക്യങ്ങളിൽ ഈ കാര്യം പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നാം ആയുധവർഗം ധരിക്കണം. അതെ, വാക്യം 8 സ്നേഹമെന്ന കവചവും വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് വേണം നാം ക്രിസ്തീയ ജീവിതം നടത്താൻ. നമുക്കറിയാം, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും എടുത്തു പേരിക്കേണ്ട കാര്യമില്ല, നമ്മളൊക്കെ അത് അറിയാവുന്നവരാണ്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഒരു പട്ടാളക്കാരനെ പോലെ എപ്പോഴും യുദ്ധത്തിന് ഒരുങ്ങി. കാരണം നമുക്ക് പോരാട്ടമുള്ളത് സാത്താനോടാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സർവായുധവർഗം ധരിച്ച് എപ്പോഴും ആ ഒരു ഇതിൽ വേണം, ഒരുക്കത്തോടെ നിൽക്കണം. നാലാമത്തെ കാര്യം, അന്യോന്യം പ്രബോധിപ്പിക്കണം. നീ എന്നാടി എന്നെ ഉപദേശിക്കാൻ എന്ന് പറഞ്ഞ് ഉള്ള പോക്കല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ഓരോരുത്തരും, പ്രിയ സഹോദരി, അത് അങ്ങനല്ല എന്ന് പറഞ്ഞാൽ അത് നാം കേൾക്കണം. നാമും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പ്രബോധിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരും അടിച്ചമർത്തുകയല്ല, അന്യോന്യം പ്രബോധിപ്പിക്കണം, തമ്മിൽ ആത്മീയ വർധന വരുത്തണം. അപ്പൊ നാലാമത്തെ പോയിന്റ്, നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കണം, തമ്മിൽ ആത്മീയ വർധന വരുത്തണം. പിന്നെ ഇനി അത് വിവരിക്കാൻ എനിക്ക് സമയമില്ല. 5-ാമത്തെ പോയിന്റ്, തമ്മിൽ സമാധാനമായിരിപ്പീൻ. നമുക്കറിയാം, നമ്മുടെ കർത്താവാണ് സമാധാന പ്രഭു. അവനാണ് സമാധാനത്തിന്റെ ദൈവം. അപ്പോൾ അവൻ, നമുക്കറിയാം, ശിഷ്യന്മാരുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിലും നമ്മുടെ ഇടയിലും നാം കൂടി വരുന്നിടത്തൊക്കെ സമാധാനത്തിന്റെ പ്രഭു നമ്മുടെ മധ്യേ ഉണ്ട്. നാമും അന്യോന്യം സമാധാനമുള്ളവരായിരിക്കണം, തമ്മിൽ സമാധാനം. 6-ാമത്തെ പോയിന്റ്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം.
ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം. വാക്യം 14. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, ഞാൻ എന്നെയാ ഈ പറയുമ്പോ എന്നോടാ ഞാൻ പറയുന്നത്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ബലഹീനരെ താങ്ങുന്ന, പോട്ടെ അവർ ബലഹീനരെ, അങ്ങോട്ട് പോട്ടെ, അവരവിടെ കിടക്കട്ടെ, ഞാൻ എൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകും, അങ്ങനെയാണോ? അല്ല. ഉൾക്കരുത്തില്ലാത്ത അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. സൗരി സാരമില്ല, അതങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകണം. 7ാമത്തെ പോയിന്റ്, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. വാക്യം 14. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കും. എനിക്കിഷ്ടമുള്ള ചിലരോടൊക്കെ ക്ഷമിക്കാം. അങ്ങനെയല്ല നമ്മുടെ കർത്താവ് ചെയ്തത്. നമ്മിൽ എന്ത് കണ്ടിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മളെ ദീർഘക്ഷമ കാണിച്ച് ഇന്നും തെറ്റ് ചെയ്യുമ്പോൾ മകളെ സാരമില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്? അപ്പോൾ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. അതിന് നാം ചിലരെയൊക്കെ തിരഞ്ഞെടുക്കുകയല്ല. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ദീർഘക്ഷമ, നമ്മളോട് അത് കാണിച്ചേച്ചാ പറയുന്നത്. നമുക്കും മറ്റുള്ളവരോട് കാണിച്ചിട്ട് പറയാം, പ്രിയ സഹോദരി നീ ദീർഘക്ഷമയുള്ളവളായിരിക്കണം, മറ്റുള്ളവരോട് ക്ഷമിക്കണം, നമുക്കതൊക്കെയാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കാം. 8ാമത്തെ പോയിന്റ്, എല്ലാവരോടും വാക്കുകൾ ശ്രദ്ധിച്ചോണം. എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്യണം. സാധിക്കുമോ നമുക്ക്? നമ്മുടെ കർത്താവ് ഇത് പറയുന്നെങ്കിൽ അത് നമുക്ക് മാതൃക കാണിച്ചു തന്നേച്ചാണ്. അല്ലെങ്കിൽ പൗലോസ് പറയുന്നെങ്കിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടാണ്. ഒനേസിമോസിനോട് പോലും ക്ഷമിച്ച പൗലോസ്. എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്യണം. വാക്യം 15. ആർക്കും, അടുത്ത ശ്രദ്ധിച്ചോണം, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. നമുക്കറിയാം നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാഞ്ഞുകൊണ്ട് ഇവരോട് ക്ഷമിക്കുവിൻ. നമുക്ക് ആ മെന്റാലിറ്റി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകട്ടെ. നമുക്ക് അന്യോന്യം ക്ഷമിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. 9ാമത്തെ പോയിന്റ്, എപ്പോഴും സന്തോഷിപ്പീൻ. അപ്പോൾ നമുക്ക് നന്മ ചെയ്യാം, തിന്മയ്ക്ക് പകരം എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്യണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. 9ാമത്തെ പോയിന്റ്, എപ്പോഴും സന്തോഷിക്കണം. വാക്യം 16. നമുക്കറിയാം, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു എന്ന് പറഞ്ഞ പൗലോസിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒന്നുകിൽ കാരാഗ്രഹത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടി കൊണ്ട് ഉപദ്രവം കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ വാളിന് തല വെച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോഴും നമ്മളോട് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. 10ാമത്തെ പോയിന്റ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. വാക്യം 17. മാതൃക കർത്താവും പൗലോസുമാണ്. കർത്താവിൻ്റെയും പൗലോസിന്റെയും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കി നമുക്ക് എടുക്കാം. 11ാമത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും. വാക്യം 18. സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് സാധ്യമല്ലാത്തത് കർത്താവ് തരികയില്ല. നമുക്ക് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. അത് സ്തോത്രം എന്ന് പറയുന്നതല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നാം എല്ലാത്തിനും സ്തോത്രം ചെയ്ത് നന്ദിയുള്ളവരായിരിക്കണം. അപ്പോഴാണ് പറയുന്നത്, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അതിന് ബാക്കിയായിട്ടും കുറച്ചും കൂടി പറയുന്നുണ്ട്. 19 തൊട്ട് 22 വരെ മറ്റു ചില കാര്യങ്ങളിലൂടെ അവിടെ പറയുന്നുണ്ട്. അതായത് ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ് മുറുകെ പിടിക്കേണ്ടത് മുറുകെ പിടിച്ചുകൊണ്ട് ജയാളികളായി ലാക്കിലേക്ക് നമുക്ക് ഓടാൻ. പ്രിയപ്പെട്ടവരെ, ദൈവം അതിനായിട്ട് നമ്മളെ ഇടയാക്കട്ടെ. ഈ ചെറിയ ആലോചന മൂലം പോയിന്റ് മാത്രമേ എനിക്ക് പറയുവാനൊത്തുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാരണം നമ്മൾ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ 5ാം അധ്യായം നമുക്ക് എല്ലാവർക്കും ഈ പുതുവർഷത്തിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ അത് നമ്മുടെ ഒരു പാഠ്യവിഷയമാകട്ടെ. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ദൈവം നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കാര്യങ്ങളെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ചെങ്കിൽ
മാത്രമേ നമുക്ക് ചെയ്യാനൊക്കൂ. നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ എന്തുകൊണ്ടോ ഒന്നും നമുക്ക് ചെയ്യാനോ, നമുക്ക് ഇതിനെല്ലാം ദൈവകൃപയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മെ ഒന്ന് ക്രമീകരിക്കാം. ദൈവം നമ്മളെ എഴുതയാക്കട്ടെ. എന്നെ ഈ ദൗത്യം ഭരമേൽപ്പിച്ച ദൈവത്തിനും പ്രിയ ഷീബായിക്കുമുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഞാനൊരു ഓട്ടം ഓടുകയായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എനിക്ക് അത്രയും, ഞാൻ 5 മിനിറ്റ് കൂടെ ചോദിച്ചു പറ്റുകയില്ല, കാരണം സാക്ഷ്യത്തിനുള്ള സമയമാണല്ലോ, എനിക്കതറിയാം. അങ്ങനെ ഇനി ഞാൻ സാക്ഷ്യത്തിനായിട്ട് സമയം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, കാരണം കൂടി പോകുമോ എന്ന് എനിക്ക് പേടിയാണ്. എന്നാൽ എനിക്ക് പിന്നെ ഒരു അവസരം ഈ വർഷം കിട്ടുകയില്ല ഇവിടെ വെച്ച്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഒക്കുമൊന്നും എനിക്കറിയത്തില്ല. ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുക്കൽ പറയണമെന്നുണ്ട്. ഞാൻ ഒരുപാട് ഈ ഇതിൽ വന്നതിൽ പിന്നെ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഈ മുഖങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കങ്ങ് സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതാണ് എനിക്ക് ഈ സൂമിൽ നിന്നും കിട്ടിയ നേട്ടം, ആത്മീയ നേട്ടമാണ്. ഞാൻ ഇതിനൊന്നും കയറിയതോ ഒന്നുമല്ല. എന്നാൽ എൻ്റെ ദൈവം എന്നെ, ഈ പ്രിയപ്പെട്ടവരെ എല്ലാം, നിങ്ങളെ എല്ലാം ഒരുപോലെ കാണുവാൻ എനിക്ക് ദൈവം ഇടയാക്കിയതോർത്ത് അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്നും അഗസ്ത്യൻ ബ്രദർ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ ഓർക്കും, ഞാൻ ഇതിനെന്താ അർഹത. ഡെയ്സി തോമസ് വന്നു, പുള്ളിക്കാരി ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞു, ഒന്ന് ഇന്നലെ കഴിഞ്ഞ് കാണുമ്പോൾ 2ാമത്തേത്. അതുപോലെ എൽസി ആൻറ്റി വന്നു. ഇങ്ങനെ പലരും, ഞാൻ പേര് പഠിച്ച് പറയുന്നില്ല, നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ എനിക്ക് അതാണ് എൻ്റെ സാക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ 2 കാര്യങ്ങൾ പറയാൻ ഉള്ളത്. ഒന്ന്, ഈ നല്ല അവസരങ്ങൾ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് വളരെയധികം ഊർജം തരുന്നതാണ്. അതുകൊണ്ട് ദയവായി എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരുടെ മേലും ചെളി വാരിയെറിഞ്ഞ് ഇതിനെ തകർക്കുവാൻ ആരും ശ്രമിക്കരുതേ. എന്തെങ്കിലും ഉപദേശപശക് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളത്, ഇല്ലെങ്കിൽ ഇതിനെ തകർക്കുവാൻ ആരും ഒരുങ്ങരുതേ എന്ന ഒരഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് ഏറ് കിട്ടുകയുള്ളല്ലോ. അങ്ങനെ ഏറ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഏറ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതായിട്ട് ഓർത്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഇതിനെ ജയിച്ച് മുന്നോട്ട് പോകാൻ. കാരണം ആത്മീയ വർധന മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ദൈവം അതിനിടയാക്കും. 2ാമത്തെ കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്. ദൈവം അനുവദിച്ചാൽ നാളെ എൻ്റെ 2ാമത്തെ മകൻ വിനോയ് കുടുംബമായിട്ട് വരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. വന്നിട്ട് 18-ാം തീയതി 18 ഡിസംബർ അടുത്ത വ്യാഴാഴ്ച ഞങ്ങൾ ദുബായിലേക്ക് പോവുകയാണ്. എൻ്റെ മൂത്ത മകൻ റിജോയുടെ മകൾ, എനിക്ക് 6 കൊച്ചുമക്കളാ, അതിൽ മൂത്ത മകൾ ജോവാൻ ഇവിടെ പാട്ട് പാടാനൊക്കെ വന്നിട്ടുണ്ട്. അവളുടെ വിവാഹ നിശ്ചയമാണ്, ദുബായിൽ വെച്ചാണ് നടക്കുന്നത്. വിവാഹവും അടുത്ത വർഷം ഒടുവിലത്തേക്ക് നടക്കുവാനാണ് ദൈവഹിതമെങ്കിൽ. അപ്പോൾ അതിന് പോകുവാനാണ് ഞങ്ങൾ വ്യാഴാഴ്ച യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുവാൻ എനിക്ക് ഒട്ടും ആരോഗ്യമില്ല, എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നെ ബലപ്പെടുത്തും. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പറഞ്ഞതിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ട് നമ്മൾ ശരിക്കും ഈ പ്ലാറ്റ്ഫോം എന്തിനുള്ളതാണ്? അതിനകത്തെ ഒരു 4ാമത്തെ പോയിന്റ്, 3ാമത്തെ പോയിന്റ്, അന്യോന്യം പ്രബോധിപ്പിക്കണം, അന്യോന്യം ആത്മീക വർധന വരുത്തണം. അതല്ലേ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം. ഇനി തന്നെയുമല്ല, നമുക്കൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ തിന്മയ്ക്ക് പകരം തിന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അതോ നന്മയാണോ ചെയ്യുന്നത്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പിന്നെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ ദൈവം ഈ പ്ലാറ്റ്ഫോം തന്നതിനായി സ്തോത്രം. ഇതിനകത്ത് അമ്മ ആവർത്തിച്ച് പറഞ്ഞ കാര്യം എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്, എനിക്ക് അനേകരെ കാണാനായിട്ടിടയായി. അമ്മ 1-2 പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞു. അത് ഇന്ന് 5 പേരും സാക്ഷ്യം പറയും. അത് കഴിയുമ്പം 6ാമത്തെ ആള് പ്രാർത്ഥിച്ചിട്ട് ആളുടെ സാക്ഷ്യം പറയാനായിട്ട് ആരംഭിക്കുക. ഇനി മുമ്പോട്ട് നമുക്ക് സാക്ഷ്യത്തിനായിട്ട് സമയം കൊടുക്കാം. ദൈവാത്മാവ് ഗൈഡ് ചെയ്യുന്ന പോലെ
നിങ്ങൾക്ക് പറയാം. ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം കിട്ടിയ ആത്മീക നന്മകളെക്കുറിച്ച്, അതുപോലെ ഇങ്ങനെ കിട്ടിയ സുഹൃബന്ധങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഓരോരുത്തരെയും അതിനായിട്ട് ക്ഷണിക്കുകയാണ്. ആദ്യമായി ഞാൻ തന്നെ അങ്ങ് തുടങ്ങാം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കണമെന്നൊരാഗ്രഹമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ആരംഭിച്ചേക്കാം. അതുകൊണ്ട് ചെറുപ്പകാലം മുതൽ ഇപ്പൊ കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിലും വേദപുസ്തകം വായിക്കാൻ വലിയപ്പച്ചൻ സംസാരിക്കുമ്പോൾ ആദ്യം ഞാനാണ് വേദപുസ്തകം എടുത്ത് അങ്ങ് വായിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും പ്രായമായപ്പം സഭാ ഹാളിൽ പോയി ഏറ്റവും മുമ്പിൽ പോയിരിക്കുന്ന ഞാനാണ്. അങ്ങനെ പല കാര്യങ്ങളിലും എനിക്ക് അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ആരംഭിക്കുകയാണ്. ഞാൻ സമയം എടുക്കുകയില്ല. 11 പോയിന്റ് തങ്കമ്മ സഹോദരി പറഞ്ഞു, അതൊക്കെയും നമ്മൾ കേട്ടു. അതിലൊന്നും എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. 5 പോയിന്റ് മാത്രം എൻ്റെ ജീവിതത്തിൽ ഈ പാൻഡർ ഫോർ ലിവിങ്ങിൽ വന്നത് കൊണ്ടുണ്ടായ 5 പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. അത് ഒന്നാമത്തെ കാര്യം, സഹോദരി പറഞ്ഞതുപോലെ തന്നെ അനേക സഹോദരിമാരെ ഞാൻ കേരളം വിട്ടിട്ട്, ഞാൻ പറഞ്ഞതാണ് 1961 22 വയസ്സുള്ളപ്പോൾ കേരളം വിട്ടതാണ്. അതിനുശേഷം നമ്മുടെ മലയാളി സഹോദരിമാരെയോ അവരുടെ മീറ്റിങ്ങുകളെയോ ഒന്നും കാണാനോ കേൾക്കാനോ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അമേരിക്കയിൽ വന്നിട്ട് തന്നെ വർഷങ്ങളോളമായി 76 വന്നതാണ്. എന്നാൽ ഈ പാൻഡർ ഫോർ ലിവിങ് വന്നതുകൊണ്ട് അനേക സഹോദരന്മാരെ കാണാൻ, പരിചയപ്പെടാൻ, ചിലരെ നേരിൽ കാണാൻ പോലും എനിക്ക് ദൈവം അവസരം തന്നു. അതെനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് എൻ്റെ നിര്യാണത്തിന് മുമ്പേ അതൊരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. രണ്ടാമത്, അനുഗ്രഹിക്കപ്പെട്ട ചില സാക്ഷ്യങ്ങൾ. ഞാൻ അമേരിക്കയിലാണെങ്കിൽ അതൊന്നും കേൾക്കാൻ എനിക്ക് പറ്റൂലായിരുന്നു. അനേക സാക്ഷ്യങ്ങൾ, ഹൃദയത്തെ അലിയിപ്പിക്കുന്ന, തകർക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ കുടുംബങ്ങളായിട്ട്, വ്യക്തികളായിട്ട് കേൾക്കാൻ ഇടയായി. അത് മാത്രമല്ല, അത് എൻ്റെ ഹൃദയത്തെ തകർക്കുവാനും അത് കരയുവാനും എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാനും എനിക്ക് ഇടയായി തീർന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മൂന്നാമത്തെ കാര്യം, തിരുവചനത്തിലെ അത്ഭുത വിഷയങ്ങൾ അനേക കർത്തദാസന്മാരിലൂടെയും ദാസിമാരിൽ കൂടെ, എന്നേക്കാൾ പ്രായം കുറഞ്ഞവരിൽ കൂടെയും കേൾക്കാനും പഠിക്കാനും എനിക്ക് കൃപ ലഭിച്ചു. അത് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒന്നും അല്ല, എന്നാൽ എനിക്കത് വളരെ അനുഗ്രഹമായി തീർന്നു എന്നത് എനിക്ക് അത് വളരെ ആത്മീയ വർധനയ്ക്ക് എനിക്കത് ഉദകമായി തീർന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാലാമതായിട്ട്, എൻ്റെ സാക്ഷ്യം പറയാനുള്ള അവസരം എനിക്ക് അവിടെ ലഭിച്ചു. അത് മാത്രമല്ല, പാട്ട് പാടാനുള്ള അവസരം ലഭിച്ചു. അത് മാത്രവുമല്ല, എൻ്റെ ആത്മീയ ജീവിതത്തിന് പ്രചോദനം നൽകാൻ, ചില വചനം ശുശ്രൂഷിപ്പാനും എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്, നേഴ്സായിരുന്നു, പണം സമ്പാദിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാം. എന്നാൽ അവയേക്കാളൊക്കെ ശരിയായിട്ട് ആത്മീയമായിട്ട് എവിടെയെങ്കിലും ഒരു വാക്ക് പറയാൻ എനിക്ക് അവസരം കിട്ടിയാൽ ഞാനത് നോ പറയാറില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാളെ ഒരു മെസ്സേജ് പറയണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അത് 5-ാമത്തെ പോയിന്റാണ്. ഈ കോവിഡ് വന്നത് കൊണ്ട് എനിക്ക്, അതുപോലെ ഞാൻ പല പ്രാവശ്യം വീണത് കൊണ്ട് വീട്ടിലെ അടുക്കളയിൽ എനിക്ക് പ്രവേശനമില്ല. എനിക്കൊരു മുറി തന്നിട്ടുണ്ട്. ആ മുറിയിൽ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മിക്കവാറും സമയം വേദപുസ്തകവും വചനമായിട്ട് ഇരിക്കും. ഞാൻ എന്നോട് ഇപ്പൊ തന്നെ ഷീബാസോരിന് സ്റ്റോക്ക് ഉണ്ടല്ലോ എന്ന് വചനം പറയാം. സ്റ്റോക്ക് ഉണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ വചനം വായിക്കാനും പഠിക്കാനും അത് നോട്ടുകൾ എഴുതി വെക്കാനും. പെട്ടെന്നൊരു വചനം പറയാൻ പറഞ്ഞാൽ ഞാൻ അതൊന്ന് പൊക്കിയെടുത്ത് ഞാൻ പറയാൻ കർത്താവ് എനിക്ക് അവസരം നൽകുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് വളരെ വളരെ അനുഗ്രഹമായി തീർന്നു. കാരണം ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷം ഇത്രമാത്രം ആത്മീയ സന്തോഷം അനുഭവം. ഇവിടെ ആത്മീയ സന്തോഷം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഇവിടെ മീറ്റിങ്ങുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ നമ്മുടെ ഭാഷയിൽ, സ്വന്തം ഭാഷയിൽ, സ്വന്തം സഹോദരിമാരിലൂടെ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ചെറുപ്പക്കാരായ സഹോദരിമാരുടെ ഉന്മേഷം, അവരുടെ ആത്മീയ വർധന, അവരുടെ വചന ശുശ്രൂഷയ്ക്കുള്ള താല്പര്യം ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ ഈ വാർദ്ധക്യത്തിൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ തന്നെ ഈ വാർദ്ധക്യത്തിൽ എനിക്കത് കാണുവാനും കേൾക്കുവാനും
അനുഗ്രഹം പ്രാപിപ്പാനും കൃപ ലഭിച്ചു. നാളെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് വരെ ദൈവം എനിക്ക് തന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ഇന്ന് തങ്കമ്മ സഹോദരി പറഞ്ഞ 11 പോയിന്റ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് നമ്മൾ കേട്ടതാണ്, വായിച്ചതാണ്. അത് എണ്ണി 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 പറയുമ്പോഴാണ് അതിൻ്റെ ഭംഗി, അതിൻ്റെ ആ ശക്തി. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഞാൻ 5 മിനിറ്റ് എടുത്തില്ല. സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം ദൈവത്തിന് കോടാകോടി നന്ദി അർപ്പിക്കട്ടെ. രണ്ടാമത് ഈ പാൻഡത്ത് ലിവിങ് വേൾഡില് സ്വർഗത്തിലെ ദൈവം എന്നെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. 2022 മെയ് മാസത്തിലാണ് ടെസ്റ്റ് മണിക്കായിട്ട് പറഞ്ഞത്. അതെല്ലാം ദൈവത്തിന്റെ ഒരു കണക്റ്റഡ് എന്ന് പറഞ്ഞത് എനിക്ക് പിന്നീട് മനസ്സിലായി. എന്നുവെച്ചാൽ 6 വർഷമായിട്ട് എൻ്റെ ഭർത്താവിന് സ്റ്റോക്ക് വന്നിട്ട് ദൈവം ഞങ്ങളെ നടത്തുന്നുണ്ട്. ദൈവമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവം വീടൊക്കെ തന്ന് ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്ന സമയത്ത് ഒരു ദിവസം മെയ് മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ സ്റ്റെഫി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സഭയിലുള്ള ഒരു കുട്ടി എന്നെ വിളിച്ചു. ആൻറ്റി, പാൻഡത്ത് നിന്ന് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, അതിൽ ആൻറ്റിയോട് സാക്ഷ്യം പറയുന്നു പറഞ്ഞു. മോളെ, എന്താണ് മോളെ, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഷീബ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റിനോട് ഞാൻ ആൻറ്റിയുടെ വിവരം പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി വിളിക്കൂട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ആൻറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ജൂലൈ വരെ ബുക്കായിട്ടുണ്ട്, ജൂലൈ കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു. ആ മോളെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ വിളിക്കുകയാണ് എന്നെ. ആ ആഴ്ച തിങ്കളാഴ്ച പറയുന്ന ടെസ്റ്റ് പണി പറയുന്നില്ല എന്ന്. അപ്പൊ ആന്റിനോട് പറയാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നിയത് ദൈവം ഒരുക്കിയതാണെന്ന്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇവിടെ വൈഫൈയും ഇല്ല. പിന്നെ പുതിയ ഇവിടെ നിന്ന് ഇത് മാറിയപ്പോ സിമ്മിൽ ഒരു ഇതും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങളുടെ സഭയിലുള്ള മൂപ്പന്റെ ഭാര്യ പറഞ്ഞു, ആന്റി ചേച്ചി ഞങ്ങളുടെ വീട്ടിലോട്ട് വായോ, അവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാം, അവിടെ വൈഫൈ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള്, അതും വൈകുന്നേരം മഴയായിരുന്നു, ലക്ഷ്മിനെ കൊണ്ടുവരാൻ പറ്റൂല, അല്ലെങ്കിൽ ലക്ഷ്മിനെയും കൊണ്ടുവന്നേനെ. അപ്പൊ ഞാനും സരസ്വതിയും ഐശ്വര്യമോള് വീട്ടിലുണ്ടായിരുന്നു കൊച്ചിൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ ഞങ്ങള് വന്ന് ടെസ്റ്റ് മണിക്കായിട്ട് അന്ന് നമ്മുടെ ഈ സാഡ്ലി വേറെ ഒരാളെ പ്രാർത്ഥിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അവര് വന്നില്ല. അത് ഈ സേൽസ് അവരാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ആ ടെസ്റ്റ് മണി പറയാനായിട്ട് നമ്മുടെ ഡാർലി ആന്റിയാണ് ലാസ്റ്റ് പ്രാർത്ഥിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ. അപ്പൊ അങ്ങനെ ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് ടെസ്റ്റ് മണി പറയാൻ പറഞ്ഞു. ഞാൻ ടെസ്റ്റ് മണി ഇതുവരെ ഒന്നും ഞാൻ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ സഭയിൽ പറഞ്ഞത്. ഈ ടെസ്റ്റ് മണി ഞാൻ എന്താ, അപ്പൊ എനിക്ക് സമയം കൊടുത്ത് ആന്റി ഒരു മണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കണട്ടെ, അപ്പൊ അത് ആ ലെവലിൽ പറയണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ആത്മാവിൽ തന്നെ ഞാൻ അന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ടെസ്റ്റ് മണി പറഞ്ഞു കേട്ടിരിക്കണൊക്കെ ഞാൻ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പൊ ആന്റി പറയുന്നു, ശിവ ആന്റി കഴിഞ്ഞ ഇനി കുറച്ചും കൂടി പറയാൻ സമയമുണ്ട് പറയുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇത് കഴിഞ്ഞ പിന്നെ സരസ്വതി മോൾ പാട്ടും പാടി അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് മണി കഴിഞ്ഞു. ടെസ്റ്റ് മണി കഴിഞ്ഞപ്പോ പിന്നെ എന്നെ ഒരേ സ്ഥലങ്ങളിൽ വിളിക്കുന്നുണ്ട്. അമേരിക്കന്ന് അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് ഞങ്ങളുടെ അയ്യോ ടെസ്റ്റ് മണി കേട്ടപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവം നടത്തും, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നും നടത്തുകയാണ്, ദൈവം തന്നെ നടത്തുന്നത്. അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ശിവാന്റി പറഞ്ഞു എല്ലാ ആഴ്ചയും ഇങ്ങനെ കയറണോട്ടാ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് മുതൽക്ക് ഞാൻ മുടങ്ങാണ്ട് കയറാറുണ്ട്. ദൈവകൃപ, ദൈവം നമ്മളെ ആക്കി വെച്ചതല്ലേ, അല്ലാണ്ട് നമ്മളായിട്ട് ഒന്നും ചെയ്യും. അപ്പൊ അന്ന് തൊട്ട് ഒരാഴ്ച ഏതോ ഒരു ഇതിൽ കയറാണ്ടിരുന്നു, ബാക്കി കയറുന്നുണ്ട് എല്ലാ ആഴ്ച. ഇതിലെനിക്ക് വളരെയേറെ സന്തോഷിക്കാനുള്ളത്, ഇതിലെ കൂട്ടായ്മയുള്ള എല്ലാ സഹോദരിമാരും വളരെ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയാം, ഞങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ടെസ്റ്റ് മണി അവന് പറഞ്ഞു, ഇപ്പൊ എല്ലാവരും കേട്ട് അത് ഓർമ്മയൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ നമ്മളായിട്ട് നല്ല അധികം ഇങ്ങനെ പരിചയപ്പെടുന്ന സഹോദരിമാരൊക്കെ നമ്മുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു, ആത്മീയ കാര്യം പറഞ്ഞു, വേറെ ഒന്നും ഞാൻ പറയൂല. അങ്ങനെ പറഞ്ഞു. അവിടെയും അവരിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ആത്മീയ ഇതിൽ വന്നിട്ട് വചനത്തിൽ നിന്ന് ഞാൻ വചനം പറയുമ്പോ എന്നോട് സംസാരിക്കുന്ന കർത്താവിൽ വന്നിരിക്കുള്ളൂ ഇവിടെ ഇതിനു മുമ്പിൽ. അതുപോലെ ടെസ്റ്റ് മണികള്, ഒരുപാട് ടെസ്റ്റ് മണി ഇത് കേൾക്കുമ്പോഴൊക്കെ ഉണ്ടല്ല ദൈവമേ, ഒരുപാട് പ്രാർത്ഥന എനിക്കിപ്പോ കൂടി. ഞാൻ ഒന്നാമത് സഭയിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾ, എല്ലാ വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിക്കും.
ഇപ്പൊ ഈ കൂട്ടായ്മയിൽ വന്നേ പിന്നെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഈ ഒരു മീറ്റിംഗ് ഇനി അനുഗ്രഹമായിട്ട് കൊണ്ടുപോകണേ ദൈവമേന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്നും. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി അനേകരെ ഇനി കണ്ടെത്തുവാനും അതിനായിട്ട് ഈ പ്രോഗ്രാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഭാരം എന്റെ ഭാരമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് എന്റെ കർത്താവ് അറിയും, ആരറിഞ്ഞാലും കർത്താവ് അറിയും. ഈ പ്രോഗ്രാമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എന്റെ ഒരു ഇതായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. ആ രീതിയിൽ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടാമത് ഇതിൽ കൂടി കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഓരോ ദിവസവും കൂടുതലായിട്ട് അതുപോലെ പ്രോഗ്രാം ഒക്കെ തരുമ്പോൾ ദൈവകൃപയിൽ അതും ചെയ്യാനായിട്ട് ഈ വചന ശുശ്രൂഷ ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഇതൊക്കെ ഇതിൽ കൂടി തരുമ്പോൾ എനിക്ക് ദൈവത്തിന് വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യാൻ ദൈവം നാളിടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയും കർത്താവിന്റെ സന്നിധിയിൽ അപേക്ഷ യാചനയുള്ളത് എല്ലാവരോടും പറഞ്ഞ പോലെ നമ്മളിപ്പോ എല്ലാവരോടും ദൈവം അറിയും, നമ്മളെ എല്ലാം ദൈവം അറിയുന്ന ദൈവത്തിനോട് എന്നും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നും നന്ദി അർപ്പിച്ചു. പിന്നെ രണ്ടാമത് എന്റെ മോളുടെ കല്യാണം വന്നു 2024. ഇന്നും ഞാൻ ദൈവത്തോട് നന്ദി പറയൂട്ടാ. ഷീബ ആന്റി ഞങ്ങളുടെ കല്യാണത്തിന് വന്നു. മോനെ വിളിച്ചിട്ട് എത്ര വഴിയിൽ നിന്നാണ് വന്നെന്നറിയാമോ? എനിക്ക് സന്തോഷം കൊണ്ട് ദൈവത്തിന് ഞാൻ അത്രയും നന്ദി അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ പരിചയപ്പെട്ടു. ഷീബാന്റി നമുക്ക് അങ്ങനെ എല്ലാവരും ക്ഷണിച്ചൊന്നുമില്ല കല്യാണത്തിന്, എനിക്ക് അങ്ങനത്തെ ഒരു ഇതും പോയില്ലട്ടെ. അപ്പൊ ഈ ഷീബ ആന്റി വിവാഹത്തിന് വേണ്ടിയിട്ട് അത്രയും വഴി വന്നിട്ട വിവാഹത്തിന് വന്ന് പങ്കുചേർന്ന് അതൊക്കെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ലട്ടാ. എൻ്റെ മോള് മറക്കില്ല. അതുപോലെ എല്ലാ കാര്യത്തിനും ദൈവം ഈ കൂട്ടായ്മയിൽ കൂടിയാണ് ട്ടാ. അത് ഞാൻ പറയാൻ വന്നതിന്റെ ആശയം എന്താന്ന് പറഞ്ഞാൽ ഈ ദൈവമാണ് ഇത് കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഇതിലേക്ക് ആക്കിയത്. അത് എനിക്ക് എപ്പോഴും ഉത്തമ ബോധ്യമുണ്ട് ട്ടാ. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഞാൻ കൂട്ടായ്മയിൽ കടന്നു വരുന്നതും. അതുപോലെ ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് അപ്പൊ ഇതുപോലെ എവിടെയോ ഇരിക്കുന്നവരൊക്കെ നമുക്ക് കാണാനായിട്ട് ഞാൻ അത് ദൈവത്തോട് പറയും. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വന്നെങ്കിൽ നമ്മൾ ആരെ കാണും? സഭയിലുള്ളവരെ കാണും, അല്ലാണ്ട് നമ്മൾ ആരെ കാണാൻ പറ്റും? ഇപ്പൊ എവിടുന്നൊക്കെ ഉള്ള അമേരിക്കന്ന് ഇപ്പൊ ഓരോ സ്ഥലങ്ങളിൽ ഉള്ളവരെ നമുക്ക് കാണാനായിട്ടില്ല. സന്തോഷമാണ്, കാണുമ്പോൾ ഒരു സന്തോഷം. അതൊക്കെ ദൈവം തന്നതല്ലേ. ദൈവം എല്ലാ കാര്യം നമുക്കറിയാം. നമ്മുടെ ജീവിതം നമുക്കറിയില്ല, സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഓരോ സമയങ്ങളിൽ കർത്താവ് അങ്ങനെ കടത്തി കൊണ്ടുപോയി ഇത്രത്തോളം ദൈവം ഞാൻ ഈ പ്രോത്സാഹനത്തില് ഞങ്ങൾക്ക് വേണ്ടി അതുപോലെ സഹായിച്ച് അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവനാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കാൻ എന്നും പ്രാർത്ഥന ഉണ്ടാവും. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാന് എനിക്കൊരു അവസരം തന്നെ എല്ലാവരോടും നന്ദി അർപ്പിക്കാന് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനൊരു നിമിഷം പറഞ്ഞിട്ട് എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട് ഇപ്പം. ആക്ച്വലി 7 o'clock മുതൽ ഞാൻ പിന്നെ അവരോട് 15 minutes ചോദിച്ചാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു വാക്യം വായിക്കുകയാണ്. സങ്കീർത്തനം 46:10 ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത തുണ. ആക്ച്വലി ഞാൻ ടെസ്റ്റിമണി പറയാൻ വേണ്ടി ഇരുന്നതല്ല. കാരണം എന്തോ എൻ്റെ ഉള്ളില് അത്ര വലിയ ഞരക്കവും വേദനയും വിഷമവും ഉള്ളത് കൊണ്ട് പറയണ്ട, വീഡിയോ ഓൺ ചെയ്യണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. പ്രത്യേകിച്ച് പാൻഡറ്റ് ഫോർ ദ ലിവിങ് വേർഡിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് തന്നെ സകല മഹത്വവും സമർപ്പിക്കുന്നു. വ്യക്തിപരമായിട്ട് ആർക്കും അധികമായിട്ട് എന്നെ അറിയില്ലെങ്കിലും കുറച്ചു പേർക്കൊക്കെ അറിയാം എന്നെ കുറിച്ച്. പക്ഷെ എനിക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ സ്ഥലത്ത് ദൂരത്തായിരിക്കുന്നു, യാതൊരു കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഒരു കൂട്ടായ്മകളും ഇല്ലാതെ ജീവിക്കുന്ന, പ്രത്യേകിച്ച് പിന്നെ ദൂരത്താണ് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ചിലർ ദൂരത്താണ്. നമ്മുടെ കൂടെയുള്ളതെല്ലാം ആദിവാസി പീപ്പിൾസ് ആണ്. അവരോടൊത്ത് കൂട്ടായ്മ അനുഭവിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ നമ്മുടെ ഒരു കാര്യം ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പ്രബോധിപ്പിക്കാനോ അവരെ പോലുള്ളവർക്ക് നമുക്ക് കഴിവില്ല. ഈവൻ ഒന്ന് പറഞ്ഞാൽ അവരെന്നും നമുക്ക് അന്യര് മാത്രമാണ്. നമ്മൾ അവർക്ക് വേണ്ടി എത്ര ജീവിച്ചാൽ അത് ദുഃഖമില്ല, നമുക്കത് അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ ഈ കൂട്ടായ്മ, ഈ പാൻഡറ്റ് ഫോർ ദ ലിവിങ് വേർഡിന്റെ കൂട്ടായ്മ എന്നെ വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ബലപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ വചനങ്ങള് അത് ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ പോലെ മറ്റുള്ളവർക്കും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ അനുഭവിച്ച സാന്ത്വനവും ആശ്വാസവും ഇതൊക്കെ ഒരുക്കുവാൻ ദൈവം, സർവശക്തനായ ദൈവമാണ് എന്നെ ഒരുക്കുക. ആരാ ഇതിനകത്ത് എന്നെ ചേർത്തതെന്ന് പോലും എനിക്കറിയില്ല.
അന്ന് മുതൽ ഈ കൊറോണ സമയം മുതൽ ഞാൻ ഈ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ഇന്ന് ആക്ച്വലി വെള്ളിയാഴ്ച സാക്ഷിയോഗമാണെന്ന് കേട്ടത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെയുള്ള ഞങ്ങളുടെ സഹോദരിമാരോട് 7 മണി തൊട്ട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ലേറ്റ് ആവും, നമുക്ക് വേറെ 9 മണിക്ക് വേറെ ക്ലാസ് ഉണ്ട്, വേറൊരു പ്രെയർ ഉണ്ട്, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ 7 മണിന്ന് വെച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ സഹോദരിമാരുടെ ആന്റിയുടെ വചനവും ഒക്കെ ഞാൻ 11 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നീ 5 പോയിന്റും കൂടെ പറയുമെന്ന് എൽസി ബേബി ആന്റി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ആന്റിയും കൂടെ 5 പോയിന്റ് പറയുമായിരിക്കും. ഞാൻ ബുക്കും പേനയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ ആന്റി ടെസ്റ്റ് മണിയിലൂടെയാണ് 5 പോയിന്റ് പറഞ്ഞത്. പക്ഷെ സർവ്വ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതില് എനിക്ക് എന്റെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. എല്ലാവരുടെയും മുഖം കാണാൻ പറ്റുന്നത് ശരിയാണ്. ഞാൻ ഈ ദൂരത്തുള്ള സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ആന്റി പറഞ്ഞ പോലെ എൽസി ബേബി ആന്റിയൊക്കെ കാണാനും, ആന്റിക്ക് എന്നെ അറിയില്ലായിരിക്കും, പക്ഷെ ഞാൻ ആന്റിയെ കുറിച്ച് പണ്ട് മുതലേ ആത്മമിത്രത്തിലൊക്കെ ഞാൻ ഒരുപാട് ആന്റിയുടെ ഇതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. പക്ഷെ പിന്നെ ആന്റിയുടെ മുള്ളുകൾക്കിടയിലെ താമര ആ പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരം സത്യമായിട്ടും ദൈവം തന്നു. പിന്നെ എൻ്റെ കുറവുകളെ മനസ്സിലാക്കുക, നിങ്ങളെപ്പോലുള്ളവര് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൂടെ എന്നെ പ്രബോധിപ്പിച്ചത് കൊണ്ട്, അത് എന്നെ കുറിച്ച് അറിയില്ല നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ എന്നെ പ്രബോധിപ്പിച്ചത് കൊണ്ട് എൻ്റെ കുറവുകളെ എനിക്ക് മനസ്സിലാക്കാൻ സഹായിച്ചു. ഒരാൾ പറയുമ്പോൾ അതുപോലെ ഞാൻ എഴുതി വെക്കാറുണ്ട്. എൻ്റെ മേശപ്പുറത്ത് ഒരുപാട് നോട്ടുകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ മീറ്റിങ്ങുകളുടെ മെസ്സേജ് എഴുതുന്നത്. അത് ഇവിടെയുള്ള സഹോദരിമാർക്ക് കൂടെ പ്രയോജനപ്പെടുത്തുവാൻ, അവർക്ക് വളരെ സരളമായ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന 15 മിനിറ്റ്സിലെ ചിലപ്പോൾ എനിക്ക് 2 മിനിറ്റ്സിലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ സരളതയോടുകൂടെ പറഞ്ഞാൽ മാത്രമേ തീരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരം കൂടെ ദൈവം എനിക്ക് തന്നു. നിങ്ങളിൽ നിന്ന് പഠിച്ചത്, അല്ലെ ദൈവം നിങ്ങൾ മുഖാന്തരം സംസാരിച്ചത് എനിക്ക് ആശ്വാസത്തിനും എനിക്ക് ആനന്ദത്തിനും അതുപോലെ ദൈവത്തിന്റെ വിശ്വസ്തത കൂടുതൽ അറിയുവാനും ഒക്കെ ഈ പ്ലാറ്റ്ഫോം വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ തിങ്കളാഴ്ചത്തെ മീറ്റിംഗ്, എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം ബിജു മാത്യു ബ്രദർ ഞങ്ങളുടെ ടീച്ചറും കൂടെയാണ് ഈ ഓഫീസ് വഴി. പക്ഷെ ആ മെസ്സേജ് വളരെയധികം, അതുപോലെ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ പല സാക്ഷ്യങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്നേക്കാളും കൂടുതൽ പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ഒരു വലിയ ആശ്വാസം എന്ന് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ മുമ്പാകെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ യാതൊരുവിധ അവകാശവും ഇല്ലാത്തതായി തീർന്നു. അത് ഈ വളരെയധികം പ്രയോജനം. പിന്നെ ഈ പ്രെയർ പോയിന്റ്സ്, അത് ഏറ്റവും വലിയത്. ക്രിസ്ത്യൻ സോരിയുടെ അതാണ്. മീറ്റിങ്ങുകൾക്ക് ഞാൻ ബുധനാഴ്ച കയറുന്നുണ്ട്, ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇവിടെ മീറ്റിംഗ് ഉണ്ട്. ഈ പ്രെയർ പോയിന്റ്സ് നിങ്ങൾ തരുന്നത് അത് ഒരുപാട് എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് ഒറ്റയ്ക്കിരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും, ഇവിടെയുള്ള സഹോദരിമാർക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളും അവർക്ക് നമ്മൾ പറയുന്ന അത്രയും പോലെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ഇതില്ല. നമ്മൾ രാഷ്ട്രത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒറ്റ പോയിന്റിൽ പറയാനേ മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ഈ മീഡിയ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള സഹോദരിമാരെ എല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. അതും ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രവർത്തനങ്ങള്, മീറ്റിംഗ്, ആ പ്രെയർ പോയിന്റ്സ് ഒക്കെ എനിക്ക് എൻ്റെ കയ്യിലും ഉണ്ട് PDF വഴി. പക്ഷെ അതൊക്കെ എനിക്ക് ആത്മീയ വർധനയ്ക്ക്, അല്ലെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ആ മെസ്സേജസ് ഒക്കെ കഴിഞ്ഞ ദിവസം സിസ്റ്റർ ലൈല സാമു സിസ്റ്റർ വഴിയുള്ള മെസ്സേജ് ഒരു ഫ്രൈഡേ പറഞ്ഞത്, അതൊക്കെ എനിക്കങ്ങ് സത്യം പറഞ്ഞാല് വളരെയധികം ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളൊക്കെ എനിക്ക് ഈ ആസാമിൽ ഇരുന്നുകൊണ്ട് കിട്ടുക എന്ന് വെച്ചാൽ അതെനിക്ക് പേഴ്സണലി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ഈ ഓൺലൈൻ മീറ്റിംഗ് ഒരിക്കലും നിൽക്കാതിരിക്കട്ടെ. ഈ കർത്താവിന്റെ വരവോളം ഇനിയും ഞങ്ങളൊക്കെ എന്ന് വിചാരിച്ച് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരുപാട് കുറവുകളുള്ളവളാണ് ഞാൻ. പക്ഷെ ദൈവം എന്നെ നടത്തിയ, എൻ്റെ കുടുംബത്തിലുള്ളവർ പോലും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റാനോ അല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ളവർക്ക് ചെയ്യുവാൻ ഈ മീഡിയ വഴി എന്നെ സഹായിച്ചു. അതിന് സർവ്വമഹത്വം ഞാൻ ദൈവത്തിന്. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ വരനായ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനൊരു പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേൾഡിൽ ഒരു ന്യൂ ബോൺ ആയിരുന്നു. ഇപ്പൊ ഏകദേശം എനിക്ക് 1 വയസ്സായിട്ടുണ്ട്. ഈ 1 വർഷം കൊണ്ട് ദൈവം എനിക്ക് നൽകിയ സന്തോഷങ്ങളൊക്കെ 5 മിനിറ്റിൽ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ ഈ എല്ലാവരും കാണുമ്പോഴുള്ളൊരു സന്തോഷം, ഒരു ആവേശം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാട് വിട്ട് ദൂര സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ, സഹോദരിമാരുടെ ഒരു കൂട്ടായ്മ ഇല്ലാതിരിക്കുമ്പോൾ, ആ കൂട്ടായ്മയ്ക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ദൈവം എനിക്ക് സാധ്യമാക്കി തന്നത് ഈ പ്ലാറ്റ്ഫോമിലൂടെയാണെന്ന് ഞാൻ എപ്പോഴും പറയാനായിട്ട് എപ്പോഴും ഇടയാവാറുണ്ട്.
ഞാനിപ്പോൾ അയർലൻഡിലാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇവിടെ ഞങ്ങൾ ഐറിഷുകാരുടെ കൂടെയാണ് വർഷിപ്പിന് പോകുന്നത്. അപ്പൊ മലയാളത്തിലുള്ളൊരു ശുശ്രൂഷ കേൾക്കാനും പ്രാർത്ഥന കേൾക്കാനും അത് സഹോദരിമാരുടെ ഒരു മീറ്റിങ്ങിലൂടെ കേൾക്കാനൊക്കെ ഒരുപാട് ആവേശമുള്ള ഒരു ആളാണ് ഞാൻ. എപ്പോഴും എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ കിഴക്കേക്കോട്ട ബ്രദർ അസംബ്ലിയിൽ സഹോദരിമാരുടെ ആന്റിമാരുടെ കൂടെ ചേർന്ന് എല്ലാ മീറ്റിങ്ങിനും പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ സഹോദരിമാർക്ക് ഒരു മീറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ഒരു വഴി തുറന്നു. എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു കുട്ടിയായിട്ടിരിക്കാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി. ഒരുപാട് സന്തോഷത്തോടെ ഞാനത് ഓർക്കുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ വർഷത്തിന്റെ അവസാനം ആകുമ്പോഴാണ് നമ്മളെല്ലാവരും സാക്ഷ്യം പറയാനായിട്ട് ഒരുങ്ങുക. പക്ഷെ വർഷത്തിന്റെ മിഡിൽ തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, പാൻഡത്തിൽ ഒരു സാക്ഷ്യം പറയണം, പിന്നെ ഇന്ന കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത് റെഡി ആയിട്ടിരിക്കുന്ന വേറെ ആരും ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. ഇത് പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര്, അതായത് അവരിങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നിൽക്കുന്ന അത് ഒരു വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു. അവര് മുന്നോട്ട് വന്നില്ലെങ്കിലും ഇതൊക്കെ ചെയ്യേ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനേകം പേര് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പാട്ടിലൂടെയാണ് ഞാൻ പാൻഡത്ത് ഫാമിലിയിലേക്ക് കടന്നു വന്നത്. ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഭയപ്പെട്ടിരുന്നു. ഒരിക്കലും ലൈവായിട്ട് പാടാനായിട്ട് എനിക്കത് സാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചു. കാരണം പാടുമ്പോൾ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യും, അത് ഞാൻ തന്നെ കേൾക്കും, അതിലെ തെറ്റ് ഞാൻ കണ്ടുപിടിക്കും, ഞാൻ തിരുത്തും, അങ്ങനെയായിരുന്നു ഇരുന്നത്. പക്ഷെ ഒരു ദിവസം ഷീബാൻഡി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ പാട്ട് പാടാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ യെസ് പറയുകയും ചെയ്തു. എനിവേ അതൊരു തുടക്കം മാത്രമായിരുന്നു. അവിടെ നിങ്ങോട്ട് ഈ ഒരു ദിവസങ്ങൾ വരെ എത്ര പാട്ടുകൾ ഞാൻ പാടി എന്നുള്ളത് എനിക്കറിയില്ല. ഈ എല്ലാ ഇങ്ങനെ നമ്മുടെ സുവിശേഷ യോഗങ്ങളുടെയും ആത്മീയ കൂടിവരവുടെയും ഫ്ലെയറും പോസ്റ്ററും ഒക്കെ കാണുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് സിംഗേഴ്സിനെ ഒന്ന് സൂം ചെയ്ത് നോക്കും, എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പൊ ഞാൻ ഓർക്കും, എനിക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കും. അതിലാദ്യത്തെ അവസരം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അച്ചാച്ചനോട് ആ ഒരു ഫ്ലെയർ ഞാൻ പല പ്രാവശ്യം അച്ചാച്ചൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ അച്ചാച്ചൻ നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം, അച്ചാച്ചൻ ഇത് കണ്ടോ ചോദിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര തവണ ഞാൻ ഇതിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും ഞാനൊരു ലൈഫ് ലൈൻ ആയിട്ടാണ് ഈ പാൻഡത്തിൽ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട്, ആരെങ്കിലും ഇല്ലെന്ന് പറയുമ്പോൾ ഉടനെ ആന്റി എന്നെ വിളിക്കും. എനിക്ക് എത്ര ജോലി തിരക്കാണെങ്കിലും ഈവൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓഫുള്ള ദിവസമാണെങ്കിൽ വരെ ഞാൻ ആ പ്രോഗ്രാം വേണ്ട എന്ന് ഞാൻ വെക്കാറില്ല. ഞാൻ എപ്പോഴും പറയും, കർത്താവ് തന്നിട്ടുള്ളത് ഒരു ചെറിയ ഒരു താലന്താണ് ദൈവം തന്നിട്ടുള്ളതെങ്കിൽ അത് കുഴിച്ചിട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരവസരം പിന്നീട് നമുക്ക് വന്നു എന്നും വരില്ല. അപ്പൊ കിട്ടുന്ന അവസരങ്ങൾ ദൈവനാമോഹത്തിനായിട്ട് പാടുവാൻ, പാട്ട് മാത്രമല്ല, അതിനേക്കാളും ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പല കാര്യങ്ങളും ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കി. അതൊക്കെ ഒരു വശം. ഇവിടെ ഇരിക്കുന്ന പലരും പല കഴിവുകളും ഉള്ളവരാണ്, ദൈവവചനത്തിൽ അനേകം കാര്യങ്ങൾ അറിയുന്നവരാണെങ്കിലും പുറകെ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇപ്പം നമ്മൾ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആ സന്തോഷം അനുഭവിക്കാനായിട്ട് എനിക്കിടയായി. പാൻഡത്തിന്റെ ഗ്രൂപ്പുകളിൽ അനേക പ്രോഗ്രാം ചെയ്യാനും അനേകം പേരെ അതിലേക്ക് കൂട്ടി കൊണ്ടുവരാനൊക്കെ ഈ വർഷങ്ങളിൽ ദൈവം ഇടയാക്കി. അപ്പോഴും അനേക സിസ്റ്റേഴ്സിനെ, ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ നാട്ടിലുള്ള നമുക്കറിയാത്ത അനേകം പേരെ പരിചയപ്പെട്ട് അവരുമായിട്ടൊരു സൗഹൃദം നിലനിർത്താനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ പാട്ടുകളിലൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പ്രാവശ്യം പ്രമോദ് അച്ചാച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ KV സൈമൺ മഹാകവി KV സൈമൺ സാറിന്റെ ഒരു സംഗീത സന്ധ്യ വരുന്നുണ്ട്, നീ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടിൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് അടൂർക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു. ഞങ്ങൾ അല്ലാതെ വർത്താനൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ ഈ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു തിരക്കും വെപ്രാളൊക്കെ ആയതുകൊണ്ട് ഇതെന്റെ മനസ്സിലുണ്ടെങ്കിലും അതങ്ങ് വിട്ടു. ഞങ്ങളുടെ വീടിന്റെ താങ്ക്സ് ഗിവിംഗ് പ്രേയറിന് ഷീബാൻഡി വന്നിട്ടുണ്ടായിരുന്നു, ജോണിയങ്കളും അബിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഷീബാൻഡിയുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഷീബാൻഡി എന്നോട് ചോദിച്ചു, കൊച്ചെ നീ പാട്ട് പഠിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഏത് പാട്ടാ നീ പാടാൻ പോകുന്നേ ചോദിച്ചപ്പോൾ എനിക്ക് പാട്ട് പറയാൻ കിട്ടിയില്ല. എന്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ആ പാട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് പാട്ട് ഓർമ്മ വരുന്നില്ല, നീതിയാം യഹോവയാണ് പാടാൻ പോണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആന്റി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അതെന്റെ മനസ്സിലുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ എന്റെ തിരക്കുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഇനി എന്റെ ജീവിതത്തിൽ എന്താണ് അടുത്ത ഇവന്റ് എന്ന് ഞാൻ ഓർത്തപ്പം ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ ഞാൻ പാട്ടിനെ കുറിച്ച് ഓർക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്ര വലിയൊരു പാട്ട് എന്നെ ഏൽപ്പിക്കുന്നതിൽ എനിക്കൊരു ഭയം തോന്നി. ഞാൻ അപ്പൊ തന്നെ ഷീബാൻഡിക്ക് മെസ്സേജ് അയച്ചു, ആന്റി ഈ പാട്ടിന് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട്, ഞാൻ എൻ്റെ സൺഡേ സ്കൂളിൽ പോലും പാട്ട് മത്സരങ്ങളൊക്കെ നമ്മൾ പലരും പാടുന്ന ഒരു പാട്ടാണെങ്കിലും ഞാൻ ആ പാട്ടിൽ തൊട്ടിട്ടില്ല. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഭയം വന്നു. ഞാൻ പറഞ്ഞു, ആന്റി എന്നെ കൊണ്ട് ഈ പാട്ട് പാടാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് ട്രൈ ചെയ്തു.
അയർലൻഡിൽ വന്ന അന്ന് തൊട്ട് പാട്ട് പാടുന്ന ആ സമയം വരെ ഞാൻ ഈ പാട്ട് പാടി 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 ഇന്നും എനിക്കത് കേൾക്കുമ്പോൾ എന്റെ കണ്ണു നിറയും. എന്നെ കൊണ്ട് അങ്ങനെ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല. പക്ഷെ ദൈവം അങ്ങനെ ഒരു മുഖാന്തരം എനിക്ക് ഒരുക്കി. എന്റെ തെറ്റുകളെ ഇപ്പൊ ഞാൻ ഭയപ്പെടുന്നില്ല. ആ തെറ്റുകൾ നമ്മളെ പലതും പഠിപ്പിക്കാനുള്ളതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവം ഒരു അവസരം നൽകി. അത് ഇവിടെ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം അതെന്റെ ഹൃദയത്തിന്റെ ഇവിടം വരെ വന്ന് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എനിക്കത് സഹോദരിമാരോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാനന്ന് പാടി ഒത്തിരി സന്തോഷം എനിക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി. ഇപ്പോഴും ഇവിടെ ചിലര് പറയും, ചേച്ചി ആ പാട്ടൊന്ന് പഠിക്കുക, സാസസ സീസസ എന്നുള്ള പാട്ടൊന്ന് പാടാനായിട്ട് അവര് പറയും. അപ്പൊ അങ്ങനെ പല തവണ ഇവിടെ പലരുടെ ഇടയിൽ അത് പാടാനായിട്ട് ദൈവം ഇടയാക്കി. ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലൂടെയും ഒരുപാട് സന്തോഷം ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് ഇടയാക്കുന്നുണ്ട്. നൽകുന്ന പ്രോത്സാഹനത്തിനൊക്കെ ആയിട്ട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. ജീവിക്കുന്ന ചില സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാനും കേൾക്കുവാനും ഇടയായി എന്നുള്ളത് എനിക്ക് വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷത്തെ കുറിച്ചുള്ള ഒരു ഭാരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിൽ സുശേഷീകരണം, സുശേഷത്തെ കുറിച്ചുള്ള ഭാരം, പ്രത്യേകിച്ച് നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള സുശേഷ വേലക്കാരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊന്നും അത് അവർക്ക് അറിയാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ അത് മനസ്സിലാവില്ല. പക്ഷെ ഇന്ന് എന്റെ കുഞ്ഞുങ്ങളോട് അത് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്കത് പറഞ്ഞു തരാൻ അറിയാത്ത ഒരു അവസ്ഥ വരും. പക്ഷെ എനിക്കത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചില സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ പ്രോഗ്രാം കാണുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. ഞാൻ ആദ്യം അതിനെക്കുറിച്ച് ഒരു ഭാരമുള്ളവളായിരുന്നാൽ മാത്രം എന്റെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കാനും സുശേഷ വേലയ്ക്ക് നമുക്ക് എങ്ങനെ കൈത്താങ്ങൽ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ചില ദിവസങ്ങളായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, പ്രായം കൂടിക്കൂടി വരുമ്പോൾ ദൈവത്തിന് വേണ്ടി എത്ര ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ നിന്ന് ചിലരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചിലരൊക്കെ നമുക്ക് ഭയങ്കര ആവേശമാണ്. അപ്പോൾ എന്താ പറയാ, മുന്നിൽ ബാറ്റൺ പിടിച്ച് പോകുന്നവര്, നടുക്കില് അതിന് പുറകെ പോകുന്നവര്, അതിന്റെ പുറകെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ മുന്നേ പോകുന്നവരൊക്കെ ഈ പ്രായത്തിൽ ഇത്ര ഓടുമ്പോൾ നമ്മൾ എത്രത്തോളം ആവേശത്തോടെ അവരുടെ പുറകെ നിൽക്കണം. അങ്ങനെയുള്ള മുന്നേ പോകുന്ന ചില ആൾക്കാരെയൊക്കെ ദൈവം നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരൊക്കെ കാണുന്നത് തന്നെ ഒരു സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് മാത്രമല്ല, ചിലരുടെ ദൈവത്തിലുള്ള കോൺഫിഡൻസ് അത് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമായിട്ടിരിക്കുന്നു. ഇപ്പോൾ എത്രത്തോളം പഴി കേട്ടാലും എത്രത്തോളം പിൻവലിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടെങ്കിലും ആ ദൈവത്തിലുള്ള കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോവുകയും കൂടെയുള്ളവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചിലരൊക്കെ നമുക്കുണ്ട്. നമുക്കിപ്പോൾ ഓരോരുത്തരുടെ മുഖമൊക്കെ നമുക്കറിയാം, ആരുടെയും പേരെടുത്ത് പറയണ്ട. എന്നാലും ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഗുണം അനുഭവിക്കുന്നത് അറിയുന്നത് കൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ആവേശം ദൈവം നൽകുന്നത്. അങ്ങനെയുള്ളവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാനുള്ളൊരു ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ അടുത്ത ജനറേഷൻ, ഇപ്പം ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അയർലൻഡിൽ ഒരു സഹോദരിമാരുടെ കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കൈമാറാൻ അങ്ങനെ ഒരു സന്തോഷം ഇല്ലാതായി പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകം സഹോദരിമാരെ അതോർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു സഹോദരിമാരുടെ മീറ്റിങ്ങോ കൂടിവരവോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഈ ഒരു ജനറേഷനോട് കൂടെ ഇത് നിന്നു പോകുമോ എന്നുള്ളൊരു ഭയം ഈ ദിവസങ്ങളിൽ എനിക്കുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഈ മീറ്റിങ്ങുകളൊക്കെ കണ്ട് എൻ്റെ കുഞ്ഞുങ്ങളും ഈ പാത പിന്തുടരണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ തലമുറ കൈമാറി പോകത്തക്ക രീതിയിൽ നമ്മുടെ പാൻഡറ്റ് ഫോർ ദ ലിവിങ് വേർഡ് എന്നും നിലനിൽക്കണം. അതിന് ദൈവം ആൾക്കാരെ ഗിദയോന്മാരെ എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ പ്രാർത്ഥന നമുക്കുണ്ട്. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. സാക്ഷി പറഞ്ഞ 5 പേർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ പിതാവേ, സ്തോത്രം സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും സർവശക്തനായിരിക്കുന്നത് ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. കർത്താവെ, ഈ 2025 ആരംഭം മുതൽ ഇന്ന് വരെയും അവിടുത്തെ ദൃഷ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലുണ്ടായിരുന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അത്ഭുതകരമായി വഴി നടത്തി. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ, ഈ പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡ് എന്ന ഒരു ഗ്രൂപ്പില് കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്യുവാനും അതേപോലെ ആ ഗ്രൂപ്പിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസിലും പങ്കുകൊള്ളുവാനും അതും ഓരോരുത്തർക്ക് വളരെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശേഷാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെയും അവിടുത്തെ കയ്യിൽ ഫലമേൽപ്പിക്കുവാണ്. ഷീബ സിസ്റ്ററെ പ്രത്യേകാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇതിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ആയിരിക്കുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അത് മുഖാന്തരം അനേകർക്ക് അത് വളരെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ അവിടുന്ന് നൽകി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്യണമേ. തങ്കമാൻ്റെ 11 പോയിന്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവെ, അത് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങൾ വെറുതെ കേട്ടുപോയി എന്ന് വരാതെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, പ്രവർത്തനത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ആൻറ്റിയുടെ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർത്തു. ഞങ്ങൾക്ക് വളരെ പ്രചോദനവും മാതൃകയുള്ള ഒരു ആൻറ്റിയായി അവിടുന്ന് ഇരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലവിധമായ അലർജിയുടെ പ്രോബ്ലങ്ങള്, രോഗങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ മധ്യത്തിലും കർത്താവെ തളരാതെ വളരെ ധൈര്യത്തോടെയും ഓരോ ശുശ്രൂഷകൾ പറയുമ്പോഴും ഒരു തടസ്സവും കൂടാതെ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരുമായിരിക്കുന്ന സ്ഥാനത്ത് അവിടുന്ന് പരിപാലിക്കണമേ. മകനും കുടുംബവും വന്നുകൊണ്ടിരിക്കുന്നു. യാത്രയെല്ലാം പരിപാലിച്ച് നാളെ സന്തോഷത്തോടെ വന്നു ചേരുവാനും ആൻറ്റിക്കും മക്കൾക്കും ഒരുമിച്ച് 18-ാം തീയതി ദുബായിലേക്ക് പോകുവാനും ആ എൻഗേജ്മെന്റ് ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കുവാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്യണമേ. ആൻറ്റിക്കും വേണ്ടതായ എല്ലാ ആരോഗ്യവും ബലവും അവിടുന്ന് നൽകി കൊടുത്ത് സഹായിക്കണമേ. തുടർന്നും ഞങ്ങൾക്ക് ആവശ്യമായ വചനത്തെയൊക്കെ നൽകി തരുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുവാനും ആൻറ്റിയെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുന്ന് ഇത്രത്തോളം കൂടെ ഇരുന്ന് ആൻറ്റിക്ക് കൊടുത്ത എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എൽസി ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രയും പ്രായത്തിലും വളരെ ഉത്സാഹത്തോടും എല്ലാ കാര്യങ്ങളും ഏത് ശുശ്രൂഷ എപ്പോൾ പറഞ്ഞാലും റെഡിയായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം കൊടുത്തിരിക്കുന്ന ആ ഉത്സാഹത്തിനും ആ വാഞ്ചയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അത് ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാക്കുവാനായിട്ട് അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, പലപ്പോഴും തളർന്നു പോവാതെ കർത്താവെ, ഞങ്ങൾ ആ ഓരോ അമ്മച്ചിമാരുടെയും ആൻറ്റിമാരുടെയും ഈ സന്തോഷം കണ്ട് ഉത്സാഹം കണ്ട് ഞങ്ങൾ കൂടുതൽ കർത്താവിന് സാക്ഷിയായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, ആൻറ്റി പറഞ്ഞതുപോലെ അനേക സഹോദരിമാരെ കാണുവാനും അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും തിരുവചനം പഠിക്കുവാനും എല്ലാം ആൻറ്റിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്നും ആൻറ്റിയെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല രോഗങ്ങൾ കൂടി കടന്നു പോകുന്ന മക്കളുണ്ട്. അവർക്കൊക്കെ ആശ്വാസവും ബലവും കൊടുത്ത് അവിടുന്ന് സഹായിക്കണമേ. ആൻറ്റിക്ക് നല്ല സൗഖ്യവും ബലവും കൊടുക്കണമേ. ആൻറ്റിയിൽ നിന്നും അനേക കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. അതിനായിട്ട് സ്തോത്രം. തുറന്നും കൂടെ ഇരിക്കണമേ. ലതാ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലതാ സുരേഷ് സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയുവാനും അനേകരെ കാണുവാനും പ്രോത്സാഹനം ലഭിപ്പാനും എല്ലാം സിസ്റ്ററിനും അവിടുന്ന് ഇടയാക്കി തീർത്തു. അതിനായിട്ട് സ്തോത്രം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ്. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ വിശേഷാല മോളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. മക്കളെ 3 പേരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലക്ഷ്മി മോളെ പ്രത്യേകാലം ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ. ബ്രദറിനെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ ഇത്രത്തോളം അവിടുന്ന് നടത്തിയല്ലോ, പരിപാലിച്ചല്ലോ. എല്ലാ മീറ്റിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുവാൻ കൊടുത്തിരിക്കുന്ന ഉത്സാഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ലത രവികുമാർ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പലപ്പോഴും രോഗങ്ങളിലും പ്രയാസങ്ങൾ കൂടിയാണെങ്കിലും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥന മീറ്റിങ്ങിനൊക്കെ സംബന്ധിപ്പാൻ തക്കോണം കർത്താവ് ബലപ്പെടുത്തുന്നതോർത്ത് സ്തോത്രം. കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ അവിടെയുള്ള ആ സഹോദരിമാരോട് ഈ പ്ലാറ്റ്ഫോമിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പറയുവാൻ തക്കവണ്ണം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങളും അവരോട് പറഞ്ഞ് അതൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇവിടുന്ന് പഠിച്ച വചനങ്ങളൊക്കെ എഴുതി വെച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആ നല്ല സ്വഭാവത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൂട്ടാളിയായിരുന്നു നടത്തണമേ. അസുഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തില് കർത്താവ് അവിടുന്ന് അവർക്ക് നല്ല വൈദ്യനായി കൂടെ ഇരുന്ന് പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം. ആൻറ്റിക്കും ഈ സിസ്റ്ററിനും ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും അനേക പ്രോത്സാഹനങ്ങൾ ലഭിക്കാനായിട്ട് ഇടയാക്കി തീർത്തു. ആശ്വാസം ലഭിക്കാൻ ഇടയാക്കി തീർത്തു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനീമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മകളെയും കർത്താവ് ഇത്രത്തോളം അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അവൾ ദൈവം കൊടുത്തിരിക്കുന്ന ആ കൃപകളെ പാട്ടുപാടുവാനുള്ള ആ ടാലന്റ് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്തല്ലോ. അതിനുള്ള അവസരം ലഭിച്ചല്ലോ. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ അത് ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായി ഇരിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. വളരെ ഉത്സാഹത്തോടും ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രോത്സാഹനം അവിടുന്ന് കൊടുത്തിരിക്കുന്നോർത്ത് സ്തോത്രം. കർത്താവെ മക്കൾക്കായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ജനറേഷനായിട്ടുള്ള ആ വാഞ്ച അവരെ നേർവഴിയിൽ നടത്തുവാനുള്ള ആഗ്രഹം അവിടുന്ന് സാധിപ്പിച്ചു കൊടുക്കണമേ. അവിടെയുള്ള അയർലൻഡിലുള്ള മക്കളൊക്കെ കർത്താവിനെ കൂടുതൽ അറിയുവാനും ഈ സുവിശേഷ വേലയെ കുറിച്ചൊക്കെ കൂടുതൽ അവർ മനസ്സിലാക്കുവാനും മിനിസ്ട്രി വർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെ നിന്റെ മകൾക്കുള്ള ആഗ്രഹത്തിനായിട്ട് സ്തോത്രം, വാഞ്ചയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തുടർന്നും കർത്താവെ അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിപ്പാണ്ടയാക്കണമേ. മറ്റനേക ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനായിട്ട് മകൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഈ എല്ലാ ആൻറ്റിമാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും കേൾക്കുവാൻ സാധിച്ചത് ഒരു സൗഹൃദ ബന്ധം. കർത്താവെ 133 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ സഹോദരിമാര് ഒത്തൊരുമിച്ച് ഇങ്ങനെ കൂടി വരുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ് കർത്താവെ. അത് വർണ്ണിക്കുവാനായിട്ട് വാക്കുകളില്ല ഞങ്ങൾക്ക്. അതിനായിട്ട് സ്തോത്രം. അങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നതോർത്ത് സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലെ എല്ലാ കാര്യങ്ങളും തുടർന്നും ഏറ്റവും ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. അവിടുന്ന് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. റൂബിളിനും നല്ല ഒരു പാട്ടുപാടി കർത്താവെ ഞങ്ങൾക്ക് അത് വളരെ ആശ്വാസം നൽകുവാൻ തക്കവണ്ണം കൃപ ചെയ്തല്ലോ. അതിനായിട്ട് സ്തോത്രം. ഷീബ സിസ്റ്ററിനും തുടർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആവശ്യമായ എല്ലാ കൃപകളും അവിടുന്ന് നൽകി കൊടുക്കണമേ. ഇനിയും അനേകർക്ക് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അവസരങ്ങളെ അവിടുന്ന് കൊടുത്ത് ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. എല്ലാം വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ച് ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ സ്വാമിക്കും നല്ല അനുഗ്രഹിക്കപ്പെട്ട റിലവൻ്റായിട്ടുള്ള പാട്ട് പാടിയ പ്രിയ റൂബിളിനും അതുപോലെ ഇപ്പം പലരും എടുത്തു പറഞ്ഞ 11 പോയിന്റുകൾ പ്രിയ അമ്മാമിക്കും തങ്കമാമിക്കുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ സാക്ഷ്യം പറഞ്ഞ
എൽസിമമ്മ, ലത സുരേഷ് ആൻറ്റി, ലത രവി ആൻറ്റി, അനിമമ്മളം, ഇവർക്കും തങ്കമാമിക്കുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച അവർക്ക് വേണ്ടി വിശദമായിട്ട് പ്രാർത്ഥിച്ച പ്രിയ ഡാർലി ആൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് പ്രിയ ഷേർലി ആൻറ്റിയെ ഒരു കറക്ഷൻ പറഞ്ഞോട്ടെ. പറ. ഞാൻ 11 പോയിന്റ് എന്ന് നിങ്ങൾ പറഞ്ഞു, ഒടുവിൽ പറഞ്ഞ 4 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എനിക്ക് സമയമില്ലായിരുന്നു. ശരി, 100 മീറ്റേഴ്സ് അല്ല, 50 മീറ്ററിലാണ് ഞാൻ ഓടിയത്. അതുകൊണ്ടാണ്. അതാ ഏറ്റവും ഹാർഡ്. ആത്മാവിനെ കെടുക്കരുത്, വാക്യം 19. പ്രവചനം തുച്ഛീകരിക്കരുത്, 20. സകലതും ശോധന ചെയ്ത്, ഞാനത് പ്രത്യേകം പറഞ്ഞ, നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടകലാണ്, 22. ഈ 5 പോയിന്റ്, അങ്ങനെ 15 പോയിന്റ് ആണത്. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വർഷവും ഞങ്ങളെ വിട്ട് കടന്നു പോവുകയാണ്. ഈ സമയത്ത് കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റ് മണി കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. എന്നിങ്ങനെ ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ കർത്താവ് തന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. നന്നായിട്ട് ലീഡ് ചെയ്യുവാൻ ഷീബി ആന്റി അങ്ങ് ബലപ്പെടുത്തിയല്ലോ കർത്താവെ, അത് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള കൃപ കൊടുത്തിരിക്കുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഭവനത്തിൽ അനേക ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവെ, കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ ചെയ്യുവാൻ പ്രിയദാസിയിൽ കൂടെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ അഡ്മിൻസിനായിട്ടും അവരുടെ കുടുംബങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമേ, പാട്ട് പാടുവാൻ കർത്താവ് റൂബലിന് കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. അതുപോലെ പ്രാർത്ഥിക്കുവാൻ എൽസി ആന്റിയെ ബലപ്പെടുത്തി, ടെസ്റ്റ് മണി പറയുവാൻ ബലപ്പെടുത്തി, അതൊക്കെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. അതുപോലെ തങ്കമ്മ ആന്റി പറഞ്ഞു തന്ന വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നവരായി, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി, കർത്താവെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവരായിട്ട്, കർത്താവ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ട് ഞങ്ങളുടെ ജീവിതം, കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം. അത് മനസ്സിലാക്കി ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതയാത്ര കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞുപോയ സമയങ്ങളൊന്നും ഇനി ഞങ്ങൾക്ക് ലഭിക്കുകയില്ല. കർത്താവെ, ദൈവമേ, മുമ്പിലുള്ള സമയങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിന് അനുസരണമാമണ്ട് ജീവിപ്പാൻ ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയതിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ വേണ്ടുന്ന എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകി തന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ഈ വർഷങ്ങളിലൊക്കെയും കർത്താവിന്റെ അനേക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ, കൂടുതൽ സന്തോഷത്തോടെ, ഐക്യത്തോടെ, അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവമേ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് സാക്ഷ്യം പറഞ്ഞ എല്ലാ സഹോദരിമാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തങ്കമ്മ ആന്റിക്കായിട്ട് സ്തോത്രം. വരും ദിവസങ്ങളിൽ യാത്രയൊക്കെ ഉണ്ട്. ആവശ്യமான ക്ഷേമവും ആരോഗ്യവും ബലവും കൊടുക്കണം. പ്രത്യേക റിജോയ് ബ്രദറിന്റെ മകളുടെ വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തെ ഓർക്കണമേ. യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. എൽസി ആന്റിക്കായിട്ട് സ്തോത്രം. ഈ പ്രായത്തിലും കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് തുടർന്നും ഞങ്ങൾക്കൊരു പ്രചോദനമായി, അനുഗ്രഹമായി, ആയുസ്സോടും ആരോഗ്യത്തോടും ആയിരിക്കാൻ കർത്താവ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലത സുരേഷ് സിസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലത രവികുമാർ സിസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവരുടെ ഒക്കെ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. അനീമിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അതുപോലെ ഡാർലി ആന്റിക്കും എല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ ഹിതമെങ്കിൽ അടുത്ത ആഴ്ച കൂടി വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേട്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ കേൾക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് തന്നതിനായിട്ട്, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ, പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇത് സഹായിക്കണമെന്നല്ല ഞങ്ങൾക്കായി ജീവനെ തന്ന് സ്നേഹിച്ച യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.